സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ തിരുവനന്തപുരം. അവിടെ നിന്ന് മേഘന മുരളി ചേരുകയാണ്. നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് ആളുകൾ ഒഴുകിയെത്തിയത് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനാണ്. തൊട്ടടുത്ത് തമ്പാനൂർ KSRTC ബസ് സ്റ്റേഷനുമുണ്ട്. പല സ്ഥലങ്ങളിൽ നിന്നായി ആളുകൾക്ക് എല്ലാവിധമായ യാത്രാ സൗകര്യങ്ങളും ഉണ്ട്. തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷന് സമീപം നിന്ന് മേഘന മുരളി കൂടി ആറ്റുകാലിൻ്റെ മഹാത്മ്യവുമായി നമുക്കൊപ്പം ചേരുന്നു. പറയൂ മേഘന. SKN എൻ്റെ ആദ്യ പൊങ്കാലയാണ്. കണ്ണൂരിൽ നിന്ന് ഇങ്ങെത്തി തലസ്ഥാനത്തെത്തി ഈ പൊങ്കാല കാഴ്ചകൾ കാണുമ്പോൾ അത് വലിയ അനുഭൂതിയാണ്. കാരണം വലിയ അത്ഭുതമാണ് എങ്ങനെയാണ് ഇവർ ഈ തലസ്ഥാന നഗരി ഈ ഒരു പൊങ്കാലയെ സ്വീകരിക്കുന്നത് എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഉള്ളത് ഈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷന് തൊട്ട് മുന്നിലാണ്. ഇവിടെ ഓരോ ട്രെയിൻ വന്നിറങ്ങുമ്പോഴും നിരവധിയായിട്ടുള്ള ഭക്തജനങ്ങളാണ് ഇവിടേക്ക് ഒഴുകിയെത്തുന്നത്. അതായത് കുറച്ചുകൂടി കഴിയുമ്പോഴേക്കും ഈ നഗരം ഒരു ഉത്സവ പ്രതീതി അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ആ ഒരു പൊങ്കാല മഹോത്സവത്തിൻ്റെ മുഴുവൻ ആവേശത്തിലേക്കും നഗരം എത്തിക്കഴിഞ്ഞു. പക്ഷേ ഇപ്പോൾ കുറച്ചുകൂടി കഴിയുമ്പോഴേക്കും 2-3 ട്രെയിനുകൾ കൂടി വരുമ്പോഴേക്കും ഈ അടുത്ത പ്രദേശങ്ങളിൽ നിന്നുള്ള അടുത്ത ജില്ലകളിൽ നിന്നുള്ള ആളുകൾ കൂടി ഇങ്ങോട്ടേക്ക് എത്തുമെന്ന കാര്യം നിസ്സംശയം പറയാം. കൂടാതെ ഇവർ പ്രധാനമായും പറയുന്നത് ഇവിടുത്തെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ യാത്രാ സൗകര്യം അടക്കം കണക്കിലെടുത്താണ് ഇവർ ഈ ഒരു തൊട്ടടുത്ത പ്രദേശങ്ങളിലേക്ക് പൊങ്കാലയിടാനായി എത്തുകയും ചെയ്തത്. തൊട്ടപ്പുറത്ത് KSRTC ബസ് സ്റ്റാൻഡാണ്. അമ്മ എവിടുന്നാ വരുന്നേ? എപ്പോൾ എത്തി? ഇന്നലെ ഭയങ്കര വെയിലുണ്ടല്ലേ? ഭയങ്കര ചൂടാണ്, പക്ഷെ പോവില്ല. എവിടെന്നാ വരുന്നേ? അഷ്ടമുടി എല്ലാ കൊല്ലം ഇടാറുണ്ടോ? വരാറുണ്ട്. ഈ റെയിൽവേ സ്റ്റേഷന് മുന്നിൽ തെരഞ്ഞെടുത്തത് എന്തുകൊണ്ടാ? അങ്ങനെ തന്നെയാണ്. അതായത് ഇവർ പലരും പ്രതികരിക്കാൻ മടിക്കുന്നു. അമ്മ എത്ര വർഷമായി പൊങ്കാലിടുന്നു? 10-20 വർഷമായി. 10-20 വർഷം, വലിയ റെക്കോർഡാണ്. എന്താ ഇപ്പോഴത്തെ ഒരു പ്രാർത്ഥനകൾ എന്തൊക്കെയാ? നമ്മളെ കഷ്ടപ്പാടൊക്കെ ഒന്ന് മാറി കിട്ടണം, അതിന് വേണ്ടിയാണ്. SKN അങ്ങനെ തന്നെയാണ്. അതായത് ഒരുപാട് പേർ ഇന്നലെയും കഴിഞ്ഞ ഒരുപാട് ദിവസങ്ങൾക്ക് മുന്നേ തന്നെ ഇവിടെ സ്ഥലം പിടിക്കുകയും ഈ പൊങ്കാല അടുപ്പുകൾ ക്രമീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പുതിയ മൺകലം ആ ദൃശ്യങ്ങൾ നമ്മൾ കാണുകയാണ്. 3 കട്ടകൾ ഒരുക്കി. അമ്മ എങ്ങനെയാണ് പൊങ്കാല വിശേഷങ്ങളൊക്കെ? നല്ല വിശേഷമാണ്. ഇപ്പോൾ സ്ഥലം പിടിച്ചു ഇവിടെ? ഇന്നലെ സന്ധ്യയ്ക്ക 7 മണിയായപ്പോൾ വന്നു. ഇതിൽ ഉറക്കുണ്ടായിരുന്നില്ലേ? 11 മണിക്ക് വന്ന്. ഉറക്കമൊന്നുമില്ല. ഉറക്കില്ലാതെ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥനയാണ്. എന്താ ഇന്ന് സ്പെഷ്യൽ? എന്താ സ്പെഷ്യല്? ഇന്ന് തെരളി വിടുന്നത്. തെരളി നമുക്ക് കൂടി തരുമോ? വരും. അങ്ങനെ പല വിഭവങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഈ മൺകട്ടകൾ, പുതിയ മൺചട്ടികളൊക്കെ വാങ്ങി അവർ നേരത്തെ തന്നെ 1 മാസം മുന്നേ തന്നെ ഈ ഒരുക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എവിടെ നിന്ന് വരുന്നതാ? എത്ര കൊല്ലായി പൊങ്കാലിടുന്നു? 16 കൊല്ലായിട്ടുണ്ട്. അപ്പോൾ ഈ വർഷം എന്താ ആഗ്രഹം? എന്താ ഈ വർഷം? കൊച്ചിന് ഒരു ജോലി കിട്ടണമെന്നുള്ളതാ മനസ്സിൽ. അങ്ങനെ ഇവിടെ എല്ലാ വിഭവങ്ങളും ഒക്കെ ഒരുക്കിക്കൊണ്ട് ഇവർ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. കൂടാതെ ഇവർ ഈ യാത്രാ സൗകര്യം കുറച്ചധികം കണക്കിലെടുത്ത് ഇവിടെ വരുന്നു. അതിനപ്പുറത്തേക്ക് നഗരത്തിന്റെ അങ്ങോളം ഇങ്ങോളം ഉള്ള ഭാഗങ്ങളിൽ തമ്പാനൂർ പോലെ തന്നെ യാത്രാ സൗകര്യങ്ങളെ കുറിച്ച് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ സമീപം നമ്മോട് പറഞ്ഞത്. തിരുവനന്തപുരം KSRTC ബസ് സ്റ്റാൻഡാണ് ദൃശ്യത്തിൽ കണ്ടത്. ഇപ്പോൾ ട്രോൺ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. തമ്പാനൂർ നിന്നുള്ള ട്രോൺ ദൃശ്യങ്ങളാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പറയാനുള്ള മറ്റൊരു കാര്യം, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്ക് ഈ ആറ്റുകാൽ പൊങ്കാലയിൽ 40 ലക്ഷത്തിലധികം ആൾക്കാർ പങ്കെടുക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെല്ലാം നമ്മളിങ്ങനെ സ്ക്രോളായിട്ട് ഇങ്ങനെ പോകുന്നില്ലേ, ഇങ്ങനെ എഴഞ്ഞെഴഞ്ഞു പോകുന്നില്ലേ, അങ്ങനെ എഴച്ചിലൂടെ നമ്മൾ അറിയുന്ന വലിയ അറിയിപ്പുകളായിരിക്കും. ഇതിൽ പങ്കെടുക്കുന്ന ആളുകൾ കൂടി മൊബൈൽ ഫോൺ ഓൺ ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് ആവശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെല്ലാം യഥാവിധം ഞങ്ങൾ ഈ സ്ക്രോളിലൂടെ നിങ്ങളിലേക്ക് പകരും. അത് നിങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളോ അതല്ലെങ്കിൽ എന്തെങ്കിലും പോലീസ് ആവശ്യങ്ങളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ എവിടെയാണ്, ആരെയാണ് സമീപിക്കേണ്ടതെന്ന് തുടങ്ങിയ എല്ലാ വിവരങ്ങളും നിരന്തരമായി ഈ ആറ്റുകാൽ പൊങ്കാല അവസാനിക്കുന്നവരെ നമ്മൾ 24 നൽകിക്കൊണ്ടിരിക്കും. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ, പ്രത്യേകിച്ചും ഒരുപാട് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരൊക്കെ തന്നെ പൊങ്കാല ഇടാനായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ പൊങ്കാല ഇടുന്നതിനിടയിൽ നിങ്ങൾക്ക് ഈ കാര്യം കൂടി മൊബൈൽ ഫോണിൽ നിന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ തിരുവനന്തപുരം നഗരത്തിൽ, ഒരുപക്ഷെ നിങ്ങൾ ഒറ്റയ്ക്കൊക്കെ വന്നിറങ്ങി ഒരുപാട് ആൾക്കാർ കാണുമല്ലോ. അപ്പോൾ എങ്ങോട്ട് പോകണം, എവിടേക്ക് പോകണം, എവിടെയാണ് ട്രെയിൻ, എവിടെയാണ് റിസർവേഷൻ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും, പോലീസിനെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ, ഫയർഫോഴ്സ് നമ്പർ തുടങ്ങിയ എല്ലാ വിവരങ്ങളും 24 നൽകിക്കൊണ്ടിരിക്കും. നമുക്കൊപ്പം തന്നെ തുടരുക. അപ്പോൾ തീർച്ചയായിട്ടും ഈ അനന്തപുരിയിലെത്തിയിട്ടുള്ള ലക്ഷങ്ങൾക്ക് ഇത് ഉപകാരപ്പെടും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ നമ്പറിലേക്ക് വിളിച്ചാലും ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ കഴിയും. അപ്പോൾ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പൊങ്കാല ഇടുന്ന ആൾക്കാരൊപ്പം എത്തിയിട്ടുണ്ട്. വീണ ജോർജ് നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രി കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാണ്.
അപ്പോൾ എനിക്ക് തോന്നുന്നു പോകുന്ന വഴിക്ക് ആരോഗ്യവകുപ്പ് മന്ത്രി ആശാ വർക്കേഴ്സിനെ കൂടി കണ്ടെന്ന് മടങ്ങിയാൽ ഇന്നത്തെ പ്രത്യേക ഈ പുണ്യദിനത്തിൽ അവരുടെ പരാതി കൂടി തീരാൻ സാധ്യതയുണ്ടെന്ന് കൂടി വീണ ജോർജിനെ നമ്മൾ ഓർപ്പിക്കുന്നു. പക്ഷേ വീണ ജോർജ് അത് കേട്ടിട്ടില്ല എന്ന് വ്യസന സമേതം അറിയിക്കുന്നു.